ടവറിന്റെ കോർണറിൽ ഞങ്ങൾ മൊബൈൽ ടു മൊബൈൽ സാക്ഷിയാക്കി ബാറ്ററി കൈമാറി. മാത്രവുമല്ല എന്റെ മദർ ബോർഡിൽ അദ്ദേഹത്തിന്റെ ഒരു ഹച്ച് വളരുന്നുണ്ടച്ചാ. മോളെ എടാ യച്ചി, എന്നോട് ഈ ക്രൂരത വേണ്ടായിരുന്നു മോളെ. അപ്പൊ ഇതാണല്ലേ ഞാൻ വിളിക്കുമ്പോഴെല്ലാം നീ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അവൾ എന്റെ പരിധിയിലുണ്ടായിരുന്നു. നീ മിണ്ടരുത്. തലയിൽ വെച്ചാൽ റിംഗ് അടിക്കും, താഴെ വെച്ചാൽ വൈബ്രേറ്റർ അടിക്കുമെന്ന് കരുതി പൗച്ചിലിട്ടാ ഞാൻ അവളെ വളർത്തിയത്. അവളെ ഒരു സാധാരണക്കാരനായ നിനക്ക് ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ തരില്ല. ആക്ടിവേറ്റ് ചെയ്ത് തരില്ലെങ്കിൽ വേണ്ട, മാസാമാസം ഒന്നൊന്ന് റീചാർജ് ചെയ്യാനുള്ള അവസരം തന്നൂടെ. ഈ വീടിന് പബ്ലിക് ബൂത്താക്കാൻ എനിക്ക് ലക്ഷ്യമില്ല മോളെ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെന്റെ തലയിലാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതം മോളെ. ഈ സമയങ്ങളിൽ രക്ഷപ്പെടാനല്ലേ അച്ഛൻ സെക്യൂരിറ്റി കോഡ് തന്നിരിക്കുന്നത്. നിനക്ക് ആ കോഡിട്ട് ലോക്ക് ചെയ്യാമായിരുന്നില്ലേ? ലോക്ക് ചെയ്തതാണച്ചാ, പക്ഷെ എന്റെ പിൻകോഡ് ചേട്ടന് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ അവിടെ സംഭവിച്ചത് പറയണ്ട, എല്ലാം എന്റെ കളർ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഏതായാലും വന്നത് വന്നു. നിന്റെ ഈ വയറ്റിൽ വരുന്ന ഹച്ചിന്റെ വാലിഡിറ്റി ഇപ്പോ എത്രയായി? 2 മാസമായി. എങ്കിൽ വരുമോളെ, നമുക്കത് എവിടെങ്കിലും കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. സമ്മതിക്കില്ല ഞാൻ. ഇല്ലച്ചാ, എനിക്ക് ഇൻഡികോമിന് വിശ്വാസമാണ്. മോളെ, ഈ ഇൻഡിക്കോം നിന്നെ തെണ്ടിക്കും. അച്ഛൻ എന്ത് പറഞ്ഞാലും ഈ അച്ഛനെ ഞാൻ നശിപ്പിക്കില്ല. ഇവന്റെ അച്ഛനെ പോലെ എന്റെ അച്ഛനെയും ഞാൻ വളർത്തി വലുതാക്കും. ആ ഹച്ചിനെ റീചാർജ് ചെയ്യാനുള്ള കാശ് ആര് തരും? ഈ തെണ്ടിയോ? മോളെ, പഴയ കാര്യങ്ങൾ റീഡെയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. മോട്ടറോളെ, ഞാൻ പറഞ്ഞില്ലേ അവസാനം അച്ഛനെല്ലാം സമ്മതിക്കുമെന്ന്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ടോക്കേട്ടിന് എത്ര തെറികേട്ടു. എന്റെ ടോക്കേട്ടാ, വരൂ, നമുക്ക് പുതിയൊരു ലൈഫ് ടൈം കെട്ടിപ്പടുക്കാം. സാധ്യമല്ല മോളെ. മോട്ടറോളെ, പുതിയ കണക്ഷൻ എടുത്തപ്പോൾ ഈ പഴയ 501കാരനെ വേണ്ടാതായല്ലേ? നിനക്കെന്നല്ല, ഇപ്പൊ ആർക്കും എന്നെ വേണ്ടാതായി. ഇതൊക്കെ ആരാ? അത് വേണ്ട, പറയാൻ വിഷമിക്കണ്ട. ഞാൻ റിലയൻസ്, ഇവളുടെ മുറച്ചെറുക്കൻ. ഞാൻ കേട്ടത്. അയ്യോ, ഇയാളെന്റെ ആരുമല്ല ടോക്കേട്ടാ. ശരിയാണ്, ഞാൻ ഇപ്പൊ ഇവ കാര്യമല്ല. പക്ഷേ പണ്ട് ഞാൻ ഇവ കാര്യമായിരുന്നു. ഒരു തിരിച്ചറിയക്കാർഡോ ഒരു ഫോട്ടോയും ഇല്ലാതെ എന്നെ സ്വന്തമാക്കിയവളാണ് ഇവൾ. പെട്ടെന്നൊരു ദിവസം 3 ടോക്ക് ടൈം നഷ്ടമായെന്നറിഞ്ഞപ്പോ എന്നിൽ നിന്ന് അവൾ അകലാൻ നോക്കുന്നു. വിടില്ല ഞാൻ ഇവളെ, സമ്മതിക്കുകയാണ് ഞാൻ. എന്നിലുണ്ട് ചങ്കൂറ്റം. വിട്ടില്ലെങ്കിൽ എന്റെ റേഞ്ച് പോകുമടാ. റേഞ്ച് കേക്കണ്ട, ചേഞ്ച് കേക്കണ്ട, ഇറങ്ങി പോടാ ഇവിടുന്ന്. നിർത്തില്ലടാ. അമ്മാവൻ വന്നു, ഇന്ന് 2 അറിയാം. നാണമില്ലേ നിങ്ങൾക്ക് ഈ BSNL തറവാട്ടിക്കിടം തമ്മിൽ തല്ലാൻ? ഇവൻ എനിക്ക് അന്യനാ. പക്ഷേ മോനെ, നീ എനിക്ക് എന്റെ സ്വന്തം മരുമകനാ. അമ്മാവാ, എനിക്ക് തൃപ്തിയായി അമ്മാവാ, തൃപ്തിയായി. ഇനി ഞാൻ ഇറങ്ങി പോടാ. ഓഹോ, കൃത്യസമയത്ത് അച്ഛൻ വന്നതുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു. മക്കളെ, ആ കമ്പനി സെറ്റ് ആരെയും പറ്റിക്കാൻ മടിക്കാത്തവനാ. പലരും അവന്റെ വലയിൽ കുടുങ്ങി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? പേടിക്കണ്ട. ഏതായാലും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ലേ? ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഈ കുടുംബത്തിന്റെ മാനം എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് ഞാൻ ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്താണച്ചാ? മക്കളെ, ഈ ചോറ് നിങ്ങൾ കണ്ടോ? കണ്ടു. ഇതിലച്ഛൻ വിഷം കലർത്തിയിട്ടുണ്ട് മക്കളെ. നമുക്ക് 3 പേർക്കും ഇത് കഴിച്ച് ഈ ലോകത്തോട് തന്നെ വിട പറയാം. മക്കളെ, കുടുംബത്തിന്റെ മാനം കാക്കാൻ ഞാൻ തന്നെ ഇത് ആദ്യം കഴിക്കാം. വേണ്ടച്ചാ, വേണ്ട. ഞാൻ കാരണമല്ലേ ഈ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറിയത്. അച്ഛനധികത ഞാൻ ആദ്യം കഴിക്കാം. വിഷം മാത്രമേ ഉള്ളൂ അച്ഛാ, വേറെ കറിയൊന്നുമില്ലേ? ഞാൻ തന്നെ കഴിക്കാം. മോട്ടർ മോളെ, ചേട്ടൻ കഴിക്കുകയാണ്. അച്ഛാ, അച്ഛാ, ബാക്കിയുള്ള ഈ ചോറ് അച്ഛൻ കഴിക്കാച്ചാ. ഞങ്ങൾക്ക് വലിയ വിശപ്പൊന്നും ഇല്ലെന്നേ. കുറച്ചു മുമ്പ് വഴങ്ങഞ്ഞു കുടിച്ചത് അല്ലേ മോളെ? എങ്കിൽ ഇതെന്റെ മോട്ടർ മോള് കഴിക്ക്. അച്ഛനെ ധിക്കരിച്ച് ഞാനൊന്നും ചെയ്യില്ല. മോട്ടറ മോളെ, പോട്രി മോളെ.
അവന്റെ പേരും ടാറ്റ, അവൻ ഈ ലോകത്തോടും ടാറ്റ. അമ്മാ ഇത് ഞാനാ. സുഹൃത്തുക്കളെ, ഇത് ഞാനാ, നിങ്ങളുടെ ആ പഴയ കോശിച്ചാൻ. 6 ബെൻസും 6 ലോറിയും 6 ബസ്സും 21 മൊബൈലുമുള്ള കോശിച്ചാൻ. മൊബൈൽ കമ്പനികളുടെ പല പല ഓഫറുകൾ വന്ന് ഞാൻ പല പല സെറ്റുകളും പല പല കണക്ഷനുകളും എടുത്തു. അവസാനം ലക്ഷപ്രഭുവായി ഞാൻ ഇന്ന് പിച്ചപ്രഭുവായി. മൊബൈലിന്റെ കണക്ഷൻ എടുക്കുന്ന സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. കയ്യിലുള്ള കാശിന് മൊബൈൽ വാങ്ങിയിട്ട് കരയുന്ന കസ്റ്റമറെ അടികൊള്ളണം, നിങ്ങൾക്ക് അടികൊള്ളണം, നരകിക്കണം, നിങ്ങൾ നരകിക്കണം. ഓൾ പീപ്പിൾ ലിസൺ, ജാഗ്രത.